ധനുഷേ, നമ്മുടെ ഈ കട്ടിംഗ് സൗത്ത് എന്നുള്ള പ്രയോഗം നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന, പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് സൗത്തിൽ BJPയും NDA അങ്ങോട്ട് നോക്കേണ്ട കാര്യമല്ല, അവിടെ കോൺഗ്രസും അതുപോലെ CPM എല്ലാം കൂടെ ചേർന്നുള്ള അവരുടെ, അതുപോലെ ആന്ധ്രാപ്രദേശിലും തെലുങ്കാന, ഇങ്ങനെ സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് BJPക്ക് യാതൊരു രക്ഷയുമില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു അവർ അങ്ങനെ കട്ടിംഗ് സൗത്ത് എന്നുള്ള ഒരു പ്രയോഗം തന്നെ കൊണ്ടുവന്നത്. പക്ഷേ അത് തരിപ്പണമായിരിക്കുകയാണ്. ഈ റിസൾട്ട് വന്നപ്പോൾ ദക്ഷിണേന്ത്യയിൽ വളരെയധികം മുന്നേറ്റമാണ് BJP നടത്തിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്താൻ പറ്റുന്നത്? ഈ കട്ടിംഗ് സൗത്ത് മാത്രമല്ല, ഈ കട്ടിംഗ് സൗത്തിൻ്റെ പിന്നിൽ ഒരു വലിയ അജണ്ട ഉണ്ടായിരുന്നു. കട്ടിംഗ് സൗത്തിൻ്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ സൗത്ത് റിമെയിൻസ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞൊരു രീതിയിലോട്ട് അത് മാറി. അതെ, കട്ടിംഗ് സൗത്ത്. അത് കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടപ്പോൾ BJPക്ക് അവിടെ 60 സീറ്റ് കിട്ടി. സിദ്ധരാമയ്യയും DK ശിവകുമാറും കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയപ്പോൾ BJP സൗത്തിൽ നിന്ന് തന്നെ മുക്തമായി എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ളൊരു പ്രചാരണം എല്ലായിടത്തും ഉണ്ടായി. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലെല്ലാം മതമൗലികവാദികൾ അഴിഞ്ഞാടുന്നു നമ്മൾ കണ്ടു. കേരളത്തിൽ തന്നെ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും തപ്പും താളവും ഒക്കെ ആയിട്ട് ലൈവിലൊക്കെ വന്ന പല ആൾക്കാരെയും എനിക്കറിയാം. അങ്ങനെ മൊത്തത്തിൽ സൗത്ത് റീമെയിൻസ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞൊരു പ്രചാരണം ആ സമയത്ത് ഉണ്ടായി. ഈ കട്ടിംഗ് സൗത്തിൻ്റെ പിന്നിൽ ഉള്ള കരങ്ങളെന്ന് പറഞ്ഞാൽ അത് ഈ ധന്യ രാജേന്ദ്രനൊക്കെയാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. ധന്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ന്യൂസ് മിനിറ്റിൻ്റെ പ്രബലയായിട്ടുള്ള മാധ്യമ പ്രവർത്തകയാണ്. ധന്യ രാജേന്ദ്രന് ജോർജ് സോറോസിൻ്റെ ഫണ്ട് വരുന്നുണ്ട് എന്ന രീതിയിലുള്ള IBയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് അന്വേഷിക്കുന്നുണ്ട് പല ആൾക്കാരും. നമുക്കറിയാം, ജോർജ് സോറോസാണ് രാജ്യങ്ങളുടെ എല്ലാം സാമ്പത്തിക സ്ഥിതി മുഴുവൻ തകരാറിലാക്കുന്നത്. യൂറോപ്പിലൊക്കെ ജോർജ് സോറോസ് നടത്തിയ അഴിഞ്ഞാട്ടങ്ങളൊക്കെ പല ആൾക്കാർക്കും അറിയാം. ഈ പൗണ്ട് എന്ന് പറയുന്ന അവിടെയുള്ള ഈ കറൻസി താഴെ പോകാനൊക്കെ ജോർജ് സോറോസാണ് ഭയങ്കരമായിട്ട് പ്രയത്നിച്ചത്. പിന്നെ തായ്ലൻഡിലേക്ക് വന്നു, മലേഷ്യ, ഏഷ്യ ഒരു സമയത്ത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. ഇന്ത്യയാണ് ഇപ്പോൾ ജോർജ് സോറോസ് നോട്ടൊട്ടിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ജോർജ് സോറോസിൻ്റെ NGO പലതും നരേന്ദ്രമോദി ഇവിടെ നിരോധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ചില ഇതുണ്ടല്ലോ, നിരോധിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് ജോർജ് സോറോസ് ഇന്ത്യയുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയത്. പക്ഷേ ജോർജ് സോറോസ് അതിൽ ഇടപെടുമ്പോൾ വളരെ ആഗോള ലെവൽ അതിഭീകരമായിട്ടുള്ള പ്ലാനോട് കൂടിയാണ് ജോർജ് സോറോസ് ഇടപെടുന്നത്. ഉദാഹരണത്തിന് ചേട്ടൻ കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ യൂട്യൂബിന് റീച്ച് കുറവായിരുന്നു. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറിൽ 10, 20, 30, 30,000 കാഴ്ചക്കാരാകുന്നിടത്ത് നിന്ന് നമ്മൾ 1 മണിക്കൂറിൽ ഒരു വീഡിയോ ഇടുമ്പോൾ 2000 കാഴ്ചക്കാർ പോലും ആകാത്ത രീതിയിലേക്ക് യൂട്യൂബിൻ്റെ ഇടിഞ്ഞു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് ഇത് യൂട്യൂബിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മളിട്ട എന്തെങ്കിലും വീഡിയോ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഡിസ്ട്രിബ്യൂഷൻ റീച്ചൊക്കെ കുറച്ചിടാമല്ലോ. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ റീച്ച് ആഗോള തലത്തിൽ കുറച്ചിടാൻ വലിയ രീതിയിലുള്ള നീക്കം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള നീക്കം നടക്കുമ്പോൾ അത് നമ്മളെയും ബാധിച്ചു. എന്നിട്ട് ഇടതുപക്ഷങ്ങളെ പ്രകീർത്തിക്കുന്ന മാധ്യമങ്ങളുടെ റീച്ച് അവർ കൂട്ടി. അതുകൊണ്ടാണ് ഈ ധ്രുവ് റാഠി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനമൊക്കെ 1 മണിക്കൂറിൽ 1 മില്യൺ, 2 മില്യൺ ഇതൊക്കെ വരുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ കളികളുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിലുണ്ട്. വല്ലാത്തൊരു അതിന് കുടപിടിക്കുന്നത് ഇവരുണ്ട്. പോരാത്തതിന് ഇവിടെയുള്ള ഇടതുപക്ഷ മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് ഫണ്ട് ലഭിക്കുന്നുണ്ട്. IB അത് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള അഴിമുഖം പോലെയുള്ള മാധ്യമങ്ങൾക്ക്. അഴിമുഖത്തിലാണ് നമ്മുടെ സിദ്ദിഖാപ്പനടക്കമുള്ളവർ വർക്ക് ചെയ്തത്. ചേട്ടൻ അറിയാമല്ലോ, അവരൊക്കെ സിദ്ദിഖാപ്പന് ഇതെല്ലാം നടത്തി ഈ വലതുപക്ഷ മാധ്യമങ്ങൾ നരേന്ദ്രമോദിയുടെ ഒരു ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയാത്തതിൻ്റെ, പക്ഷെ മോദി അതൊക്കെ അതിജീവിച്ചു കേട്ടോ. 274 പേരുണ്ട്. ഇപ്പോൾ നിതീഷ് കുമാറും TDPയും വിട്ടുപോയി കഴിഞ്ഞാലും നരേന്ദ്രമോദിക്ക് നിരുപാധിക പിന്തുണ 7 സ്വതന്ത്രര് കൂടെ പ്രഖ്യാപിച്ചതോടുകൂടി സ്റ്റേബിളാണ് മോദിയുടെ ഗവൺമെൻറ്. ജോർജ് സോറോസിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മോദി എന്തായാലും വരും. പക്ഷേ മോദി വരുമ്പോൾ ആ ഗവൺമെൻറ്റിനെ സ്റ്റേബിൾ ആക്കാതിരിക്കുക. സ്റ്റേബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഒരു രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിലേക്ക് നിക്ഷേപങ്ങൾ എത്തൂ. കാരണം വ്യവസായികൾ വരൂ, വ്യവസായം അവിടെ വളരൂ. ഇപ്പോൾ കേരളത്തിലോട്ട് എന്തുകൊണ്ടാണ് വ്യവസായികൾ വരാത്തത്? കേരളത്തിലെ ഗവൺമെൻറ് സ്റ്റേബിൾ അല്ല. കേരളത്തിലെ ഗവൺമെൻറ് സ്റ്റേബിളാണ്. ഇപ്പം 3 കൊല്ലം, ഇപ്പം 3ാമത്തെ ടേമിലും നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങൾക്ക് അപകടമാണെന്ന് പല ആൾക്കാർക്കും അറിയാം. ഇപ്പോൾ അമേരിക്കയ്ക്കറിയാം, ചൈനയ്ക്കറിയാം,
കാരണം മൂന്നാമത് നിങ്ങൾ കാണാൻ പോകുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന നരേന്ദ്രമോദി ഒന്നാമത്തെ ടേമിലും രണ്ടാമത്തെ ടേമിലും കണ്ട നരേന്ദ്രമോദി ആയിരിക്കില്ല. നിങ്ങൾ ചുമ്മാ പറയുന്നുണ്ടല്ലോ ഫാസിസം എന്ന്, അതെന്താണെന്ന് പുള്ളി കാണിക്കും. അതെന്താണെന്ന് കാണിക്കും. ആഗോളതലത്തിൽ എന്താണ് ഈ ഫാസിസം എന്ന് പുള്ളി കാണിക്കും. കാരണം ഇന്ത്യയെ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി പറയുന്നു ഞാൻ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടെത്തിക്കുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി ഡിമാൻഡുകൾ വെച്ച് തുടങ്ങിയിരിക്കുന്നു. മോദി പല രാജ്യങ്ങളുടെയും ഫോറിൻ പോളിസീസ് ഷുക്ക് ചെയ്യുന്നു, അവരെ മുഴുവൻ ട്രബിളിലാക്കുന്നു നരേന്ദ്രമോദി. സോ when it comes to നരേന്ദ്രമോദി ഗവൺമെൻറ് 3.0 വലിയ തലവേദനയാകും നരേന്ദ്രമോദി എന്നറിയാം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ജോർജ് സോറസിൻ്റെ ശല്യം. ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിൽ പിന്നിൽ പ്രവർത്തിച്ച് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിൽ ജോർജ് സോറോസിന്റെ പങ്ക് ചെറുതല്ല. അതൊക്കെ ഇനി വരും. വന്ന് അതൊക്കെ വലിയ രീതിയിൽ അത് കണ്ടുപിടിക്കും ഉറപ്പായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. എഴുതി വെച്ചോ, ഇനി വരുന്ന 1.5 വർഷം നരേന്ദ്രമോദിയുടെ അഴിഞ്ഞാട്ടമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നരേന്ദ്രമോദിയുടെ അഴിഞ്ഞാട്ടമായിരിക്കും. കാരണം ഈ RSS എന്ന് പറയുന്ന ഇപ്പം തന്നെ ഒരു ടോക്കുണ്ട്, അതായത് എയറിൽ നിൽക്കുന്ന ടോക്കാണ്. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വാരണാസിയിൽ 1.5 ലക്ഷം മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദി 6-7 ലക്ഷമാക്കുമെന്ന് പറഞ്ഞു. ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭൂരിപക്ഷം 8 ലക്ഷമാണ്. അമിത്ഷായുടെ ഗാന്ധിനഗറിലെ ഭൂരിപക്ഷം നമുക്കറിയാം. രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ 4 ലക്ഷമുണ്ട്, വയനാടിൽ 4 ലക്ഷമുണ്ട്. രണ്ടും കൂടെ കുട്ടിവെച്ച 8 ലക്ഷമാവും. മോദിക്ക് മാത്രം 1.5 ലക്ഷമാണ് ഭൂരിപക്ഷം. അത് RSS ആണ് അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ RSSന് ഈ വ്യക്തിപൂജ, വ്യക്തിപരമായിട്ട് മോദി, അതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ കേട്ടോ, അതിൽ തെറ്റു പറയാനും ഇല്ല. കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്. ഇപ്പം മോദി എന്ന് പറയുന്ന വ്യക്തി, ചില ആൾക്കാർ പറയുന്നുണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്. കാരണം ഇവിടെ ഒരു സർവേക്കല്ല് ഇളവി കിടന്നു കഴിഞ്ഞാലും മോദിയാണ് തെറി വിളിക്കുന്നത്. അപ്പം മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി പറയുന്നതിൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ RSS ഇത് അംഗീകരിക്കാൻ അവർക്കൊരു, കാരണം വ്യക്തിപൂജ നമ്മുടെ ജനങ്ങളുടെ പൊതു സ്വഭാവം അങ്ങനെയാണ്. കൂടുതൽ വ്യക്തിപരമായിട്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിലും ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, എൻ്റെ ഭാഗത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ RSSും കറക്റ്റാണ്, മോദിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മോദിയും കറക്റ്റാണ്. കാരണം നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാനാണല്ലോ അതിന് തെറി കേൾക്കുന്നത്. RSSന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മോദി വ്യക്തിപൂജയിലേക്ക് പോകാൻ പാടില്ല. കാരണം ഇപ്പോൾ നമ്മൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോഴേ അമാനുഷികനാണ് എന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. മോദി ഇറങ്ങിക്കഴിഞ്ഞാൽ, മോദി സന്യാസ പരിവേഷമുണ്ട്, മോദി സന്യാസിയാണ്, ഗുഹയിൽ ചെന്നിരുന്ന് തപസ് ചെയ്യുന്നു, ഇതൊക്കെ പിൽക്കാലത്ത് സേക്രഡ് ആവും. എന്തുകൊണ്ടാണ് ഇതൊക്കെ പിൽക്കാലത്ത് സേക്രഡ് ആവും എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, മോദി വളരെ നല്ലൊരു മനുഷ്യനാണ്. വളരെ മോശം മനുഷ്യനായിട്ടുള്ള ഒസാമ ബിൻ ലാദന്റെ മൃതദേഹം പോലും അമേരിക്ക കൊണ്ട് ശവം അടക്ക് ചെയ്യാതെ അത് കടലിന്റെ നടുക്ക് കൊണ്ട് താഴ്ത്തി എന്തുകൊണ്ടാണ്? ഇയാൾ നാളെ ഒരു സേക്രഡ് വ്യക്തിത്വമായി മാറുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഒസാമ ബിൻ ലാദൻ സേക്രഡ് വ്യക്തിത്വം ആവുമെങ്കിൽ ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നരേന്ദ്രമോദി നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുകളിലും പോയി നിൽക്കും. കാരണം അത് മോദിയുടെ കുറ്റമോ RSS ജനങ്ങൾ അങ്ങനെയാണ് സ്വാഭാവികം. ഇപ്പൊ തന്നെ ജനങ്ങൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഉത്തരേന്ത്യയിലേക്ക് നരേന്ദ്രമോദി പ്രചരണത്തിന് പോകുമ്പോൾ കഴുത്തിൽ ഒരു ഷോള് ചുറ്റും. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ടാക്ടിക്സ്, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഷോള് ചുറ്റും. അവിടെ ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഉത്തരേന്ത്യയിലെ റാലിക്ക് പോകും ഷോള് ചുറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉത്തരേന്ത്യക്കാർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. ഈ പശ്ചിമ ഭാഗത്ത് നിന്നും വരുന്ന ഒരാൾ ഗംഗാ നദി നീന്തിക്കടന്ന് ആ ഗംഗാ നദി വാരണാസിയുടെ ആ കൽപ്പടവിൽ വന്നിരിക്കും. ആ കൽപ്പടവിൽ വന്നിരിക്കുമ്പോൾ നാട്ടുകാർ, ഇതൊരു ഐതിഹ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നാട്ടുകാർ അയാളോട് ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അയാൾ മിണ്ടില്ല. ഞാൻ ഈ നാടിനെ രക്ഷിക്കാൻ വന്നയാളാണെന്ന് പറയും. അപ്പം പറയും, എങ്കിലും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അയാളുടെ കഴുത്തിലൊരു ഷോളുണ്ട്. ആ ഷോൾ ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ പാമ്പായിരിക്കും, പരമശിവൻ. ഇതാണ് അവിടെ പ്രചരിക്കുന്ന ഐതിഹ്യങ്ങളൊക്കെ ഇതാണ്. അപ്പം നരേന്ദ്രമോദി കഴുത്തിൽ ഷോൾ ചുറ്റിക്കൊണ്ട് പോകുന്നത് എന്താണ്? അത്ര പോലും കീൻ ഒബ്സർവേഷനുള്ള. അപ്പോൾ പുള്ളിക്കാരൻ വേറെ ലെവലിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ റേഞ്ച് മാറുകയാണെന്ന് RSS. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മോദിക്കും നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഈ സാധാരണ വടക്കേ ഇന്ത്യയിലാണ് അത് ഏറ്റവും വടക്കേ ഇന്ത്യയിൽ. അതെ, നമ്മുടെ ഈ തെക്കേ ഇന്ത്യയിൽ അത് വന്നു എന്നുള്ളതാണ്. അതെ, നാളെ നമ്മുടെ നരേന്ദ്രമോദി വിരമിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ മരണശേഷം ഇപ്പോഴൊന്നും അത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്കറിയാം ജീസസ് ക്രൈസ്റ്റിന്റെ മരണത്തിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു മതം ഉണ്ടായത്. RSS അത്രയ്ക്ക് വിദൂരമായിട്ട് ചിന്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ ക്രിസ്ത്യാനിറ്റിയുടെ വാല് പിടിച്ചാണ് മുസ്ലിം മതം ഉണ്ടായത്, ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടായി വരുന്നത്. ഇപ്പോഴിത് സംഭവിക്കാൻ സാധ്യതയില്ല. സംഭവിക്കാൻ സാധ്യതയുള്ളത്
കാലാന്തരത്തിലാണ് സംഭവിക്കും. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അത്തരത്തിലാണ് മോദി. അപ്പൊ അതുകൊണ്ട് മോദിയുടെ ഭൂരിപക്ഷം കുറയുന്നു. ഇപ്പൊ ധ്രുവ് റാട്ടിയെ പോലുള്ളവർ വളർന്നു വരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ഇതുണ്ട്. അപ്പൊ ഈ കട്ടിംഗ് സൗത്ത്, നമ്മൾ പറഞ്ഞു വന്ന കട്ടിംഗ് സൗത്ത്, ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു സാധനം, ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു സാധനം വലിയ രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഒരു ശ്രമം നടത്തി. വലിയ രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമത്തിന് കിട്ടിയ വലിയ അടിയായിപ്പോയി. അതായത് ഉത്തർപ്രദേശിൽ സീറ്റ് കുറഞ്ഞു, ഓക്കെ ഫൈൻ. പക്ഷേ അത് സൗത്ത് വെച്ചാണ് BJP കോപ്പപ്പ് ചെയ്തത്. സൗത്ത് വെച്ചാണ്. അപ്പൊ ഇത് BJPക്ക് നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? നരേന്ദ്രമോദി, ഞാൻ പറയട്ടെ, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നരേന്ദ്രമോദി അബ്കി ബാർ 400 പാർ എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായിട്ടാണ് മുന്നിലേക്ക് വന്നത്. ഈ അബ്കി ബാർ 400 പാർ നരേന്ദ്രമോദി തന്നെ വേറൊരു വേദിയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. അതായത് വിജയിക്കാൻ 272 ഭൂരിപക്ഷം മതി. ഞാൻ പറയുന്നത് 400 ഞാൻ കടക്കുമെന്നാണ്. ഇപ്പൊ പ്രതിപക്ഷം പറയുന്നത് എന്താണ്? മോദി 400 കടക്കില്ല, അതായത് മോദി വിജയിക്കും. അതാണ് പ്രതിപക്ഷത്തിന്റെ വാക്ക്. നമുക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ സൗത്ത് ഇന്ത്യ അടിച്ച് കസറി. കേരളത്തിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്നു BJP. കേരളത്തിൽ ആദ്യമായിട്ട്. തമിഴ്നാട്ടിൽ 3% കടന്ന BJPയുടെ വോട്ട് അവിടെ ഈ അണ്ണാമല തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾ ഒരു 20%, 20%അല്ല 18%. 11% BJPക്കും 18% NDAക്കും. ഈ 11% എന്ന് പറഞ്ഞാൽ ചെറിയ കണക്കല്ല. ആ 11% അവിടെ കിട്ടിയ വോട്ട് ഇവിടെയാണ് കിട്ടിയെങ്കിൽ ഒരു സീറ്റ് ഇവിടെ കിട്ടും. അതൊരു ചെറിയ കണക്കല്ല. ഈ 11% BJPക്ക് കിട്ടിയതും 18% NDA കിട്ടിയതും 12 ലോക്സഭകളിൽ BJP 2ാം സ്ഥാനത്താണ്. 12 ലോക്സഭകൾ 2ാം സ്ഥാനത്താണ്. 80 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ 12 ലോക്സഭകളിലും കൂടെ ഉള്ളത്. ഈ 80 നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടത്തും BJP നിയമസഭാപരമായിട്ട് വിജയിച്ച് നിൽക്കുകയാണ്. അതൊന്ന്. തമിഴ്നാട്ടിൽ അടിച്ച് കസറി കഴിഞ്ഞ് BJP. അതായത് ഇനി അടുത്ത നമുക്ക് തെലങ്കാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ, തെലങ്കാന BJP വിരുദ്ധ സ്ഥലമാണെന്നാണ് പറയുന്നത്. 0-ൽ നിന്ന് 8 സീറ്റാണ് BJP കിട്ടിയത്. 0-ൽ കിടന്ന BJP 8 സീറ്റിലേക്ക് അവിടെ എത്തി. ആന്ധ്രാപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ആന്ധ്ര BJP പിടിച്ചു. BJP ആന്ധ്രയിൽ ഭരണം പിടിച്ചു. അന്ന് 2 കാര്യവും ഒരു ദിവസമാണ് നടന്നത്, അത് ശ്രദ്ധിച്ചില്ല. ആന്ധ്രയിൽ BJP ഭരണം പിടിച്ചു. NDA അലയൻസിന് അവിടെ കിട്ടിയ സീറ്റ് എത്രയാണ് ചേട്ടൻ അറിയാമോ? 25 സീറ്റിൽ 21 സീറ്റ് NDA അലയൻസിനാണ് കിട്ടിയത്. അവിടെ ജനസേന പാർട്ടി, പവൻ കല്യാണിന്റെ TDP, BJP ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ഭരണം പിടിച്ചു. പോരാത്തതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറി ആന്ധ്രാപ്രദേശ്. BJP 7 സീറ്റ് പിടിച്ചു. അതായത് ഇത്തവണ നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തുന്നത് സൗത്ത് ഇന്ത്യയാണ്. അതാണ് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കർണാടകയിലോട്ട് വരാം. കർണാടകയിൽ പ്രജ്വൽ റേവണ്ണയെ വെച്ച് ഒരു കളി കളിച്ചു. പക്ഷേ കർണാടകയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയത്? വെറും 9 സീറ്റ്. BJPക്ക് അവിടെ 17 സീറ്റാണ്. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കുറഞ്ഞു. പക്ഷെ ഇങ്ങനെയല്ല, ഇതിലും കുറയണം. ജോഡോ യാത്ര അതുവഴി കൂടെയാണല്ലോ പോയത്. കർണാടകയിൽ 17 സീറ്റ്. അവിടുത്തെ കുമാരസ്വാമി ഇപ്പൊ എവിടെയാ? നമ്മുടെ മന്ത്രിസഭയില്ല. കുമാരസ്വാമി ഇപ്പൊ നമ്മുടെ മന്ത്രിസഭ കയറി ഇരിക്കുക. കുമാരസ്വാമി അത് കഴിഞ്ഞ് ഒരു ഡയലോഗ് അടിച്ചു. ഞാൻ മന്ത്രിസഭയിൽ വന്ന് എന്തിനാണെന്ന് അറിയാമോ? അടുത്ത ഞാൻ കർണാടകയിലെ പിളർത്താൻ പോവുക, BJPയെ കയറ്റാൻ പോവുക. കുമാരസ്വാമി അടിച്ചേക്കുന്ന ഡയലോഗാ. അപ്പൊ ഈ സൗത്ത് ഇന്ത്യ സംഭവിക്കുകയും ചെയ്യും. സൗത്ത് ഇന്ത്യയാണ് BJP ഇപ്പൊ താങ്ങി നിർത്തുന്നത്. മൊത്തത്തിൽ സൗത്ത് ഇന്ത്യയാണ് BJP. ഇവർ പറയുന്നത് എന്താണ്? സൗത്ത് ഇന്ത്യ റീമെയിൻസ് ഇൻഡിപെൻഡന്റ്. പക്ഷെ ഇപ്പൊ നരേന്ദ്രമോദി ഭരിക്കുന്നത് എന്തുകൊണ്ടാണ്? സൗത്ത് ഇന്ത്യയിലെ ഭരണത്തിന്റെ, സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ജനങ്ങൾ കൊടുത്ത സപ്പോർട്ട് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് അവർ ഇനിയും കുറച്ചും കൂടെ ഈ കട്ടിംഗ് സൗത്ത് കട്ടിംഗ് സൗത്തുകാരെ ചുരുട്ടും. അല്ല യാതൊരു വിധ. ഞാൻ പറഞ്ഞതാണ്, ഈ നരേന്ദ്രമോദി ഇനി നിങ്ങൾ കാണാൻ പോകുന്ന നരേന്ദ്രമോദി അല്ല. നരേന്ദ്രമോദി ഈ കട്ടിംഗ് സൗത്തുകാരെ അടിച്ച് ചുരുട്ടാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം. പല തീരുമാനങ്ങളും ഈ 1.5 വർഷത്തിനകം, ഈ 1.5 വർഷം നമ്മുടെ രാജ്യത്തിന് ക്രൂഷ്യലാണ്. ഈ 1.5 വർഷത്തിനകം പല വലിയ തീരുമാനങ്ങളും വരാൻ പോവുകയാണ്. കാരണം ഏറിലൊരു അഭ്യൂഹമുണ്ട്, നരേന്ദ്രമോദി RSS മാറ്റി നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുമെന്ന്. മോദിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 1.5 കൊല്ലമല്ലേ ഞാൻ ഇരിക്കൂ, അതിനകം നിന്നെയൊക്കെ ഞാൻ അടിച്ച് ചുരുട്ടും എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി കയറിയിരിക്കുന്നത്. ബഹളം വെച്ചിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒരു കാര്യമില്ല. നിയമപരമായി പൂട്ടിയിരിക്കും. പൂട്ടാനുള്ള എല്ലാ സംഗതിയും എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെന്റ് കാലത്ത് നടന്ന എല്ലാ അന്വേഷണങ്ങൾക്കും എല്ലാ റിപ്പോർട്ടുകളും മോദിയുടെ കയ്യിലുണ്ട്. കൃത്യമായിട്ടും മോദിക്ക് ചില ആൾക്കാരെ പൂട്ടാനും ഒതുക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ഈ പറയുന്ന ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് നടക്കുന്നതും പിന്നെ ദക്ഷിണേന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ആവുമെന്ന് പറഞ്ഞവരുടെയൊക്കെ സ്ഥിതി എന്താവും നമുക്ക് കാണാം. എന്തായാലും തെക്കേ ഇന്ത്യ
BJP ഇനിയും കൂടുതൽ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ഈ 1.5 വർഷത്തെ മോദിയുടെ ഭരണം കൂടെ കഴിയുമ്പോൾ, 1.5 വർഷം എന്ന് പറയുന്നത് ഇനി 5 വർഷമുണ്ട്, പക്ഷെ 1.5 വർഷം കൊണ്ട് തന്നെ ആ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.